നമസ്കാരം. ഞാൻ ഡോക്ടർ അഞ്ജലി അമ്മൻ, ആയുർവേദ കൺസൾട്ടന്റ് വർക്കിംഗ് വിത്ത് ഐ ശക്തി ഇൻ മുംബൈ. നിങ്ങളുടെ കണ്ണുകളിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു മൂടല് പോലെ, ചെറിയൊരു മങ്ങല് പോലെ ഇടയ്ക്ക് ഫീൽ ചെയ്യാറുണ്ടോ? അപ്പൊ കണ്ണടയ്ക്കുള്ള ആളുകളൊക്കെ ആണെങ്കിൽ വിചാരിച്ചിരിക്കുന്നത് കണ്ണടയുടെ പവർ ചേഞ്ച് ആയതുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ട് തള്ളിക്കളയുന്നവരും ഉണ്ട്. പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് ഈ ഒരു പ്രശ്നം ഉണ്ടായെന്ന് വരാട്ടോ. ശരീരത്തിൽ ഷുഗർ നന്നായിട്ട് കൂടുന്ന സമയത്ത്, ഉറക്കക്കുറവ്, ഡ്രൈ ഐസ്, വൈറ്റമിന്റെ ചില ഡെഫിഷ്യൻസി കൊണ്ടും, അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിലേക്ക് പോകുന്ന ചില നാഡികളുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കോമൺ ആയിട്ട് കണ്ടുവരാറുണ്ട്. അപ്പൊ കണ്ണടയുടെ പവർ മാത്രം ചേഞ്ച് ആയതുകൊണ്ട് ഈ ഒരു പ്രശ്നം മാറുന്നു ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് ട്ടോ. ഇതിന്റെ ആദ്യത്തെ ഒരു കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മുടെ ശരീരത്തിലെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നന്നായിട്ട് കൂടി നിൽക്കുന്ന ഒരു സമയത്ത് ഈ കൂടി നിൽക്കുന്ന ഗ്ലൂക്കോസിന്റെ ഒരു ഭാഗം നമ്മുടെ കണ്ണിന്റെ ലെൻസിന്റെ ഉള്ളിലേക്ക് അത് പ്രവേശിക്കും. ഈ ലെൻസിന്റെ ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് ലെൻസ് കുറച്ചൊന്ന് വീർക്കും, ചെറിയൊരു ഇൻഫ്ലമേഷൻ വരും. ഇങ്ങനെയൊരു ഇൻഫ്ലമേഷൻ വരുന്ന സമയത്ത് നമ്മുടെ കണ്ണിന്റെ ഫോക്കസിനെ അത് നന്നായിട്ട് ബാധിക്കാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. ഇങ്ങനെ ആ വെളിച്ചത്തിനെ ബാധിക്കുന്ന സമയത്ത് നമുക്ക് കണ്ണിൽ ചെറിയൊരു മങ്ങല് പോലെ, ചെറിയൊരു മൂടല് പോലെ അത് ഫീൽ ചെയ്യും. പക്ഷെ ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നോർമൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഇൻഫ്ലമേഷൻ പതുക്കെ പതുക്കെ കുറയാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. എന്നാൽ മറ്റൊരു പ്രധാന കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾക്ക് വർഷങ്ങളോളം കൺട്രോൾ ആകാത്ത രീതിയിൽ ഷുഗർ നന്നായിട്ട് കൂടുതലായിട്ട് നിൽക്കുകയാണെങ്കിൽ, ഇത് നമ്മുടെ ലെൻസിനെ മാത്രമല്ല ബാധിക്കുക, ഇത് ലെൻസിന്റെ പിന്നിലുള്ള റെറ്റിന ഉണ്ടല്ലോ, റെറ്റിനേനെയും അത് ബാധിക്കും. അതുപോലെ തന്നെ അവിടെ ചെറിയ ചെറിയ രക്തക്കുഴലുകൾ ഉണ്ട്, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള രക്തക്കുഴലുകൾ, അതിനെയും ഇത് കേടാക്കാനായിട്ട് തുടങ്ങും. ഈ ഒരു കണ്ടീഷനാണ് നമ്മൾ ഡയബറ്റിക് റെറ്റിനോപ്പത്തി എന്ന് പറയാം. ഈ ഒരു കണ്ടീഷൻ വളരെ സീവിയർ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ കാഴ്ചശക്തി നന്നായിട്ട് കുറയാനും, നല്ല രീതിയിൽ മങ്ങൽ, ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള വളരെയധികം ചാൻസസും ഉണ്ട്. രണ്ടാമത്തെ റീസൺ ആണ് ഡ്രൈ ഐസ്. പല ആളുകളുണ്ടല്ലോ, നമ്മുടെ കണ്ണിൽ വരുന്ന ഈ കണ്ണുനീരുണ്ടല്ലോ, കണ്ണിനെ നനയ്ക്കാൻ മാത്രമായിട്ടാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ യഥാർത്ഥ ഒരു കാരണം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ കണ്ണിലത്തെ കണ്ണുനീരുണ്ടല്ലോ, നമ്മുടെ കണ്ണിന്റെ ആദ്യത്തെ ഒരു ഒപ്റ്റിക്കൽ സർഫേസ് ആണ്. പുറത്തുനിന്ന് വരുന്ന വെളിച്ചം ആദ്യമായിട്ട് തട്ടുന്നത് ഈ ചെറിയൊരു ടിയർ ഫിലിം പോലെയുള്ള കണ്ണുനീരിന്റെ പാളിയിലൂടെയാണ് ആദ്യം തട്ടിയിട്ട് ഉള്ളിലേക്ക് പോകുന്നത്. ഇപ്പോ നിങ്ങൾ കുറെ നേരം ഇങ്ങനെ ഫോൺ യൂസ് ചെയ്യുന്നവരാണ്, ലാപ്ടോപ്പ് കുറെ നേരം യൂസ് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ എ സി റൂമിൽ കുറെ നേരം ഇരിക്കുന്നവരാണ്, ഉറക്കം നന്നായിട്ട് കുറയുക, പ്രായമാകുന്ന സമയത്ത് എന്നിങ്ങനെ പറയുന്ന പല പ്രശ്നങ്ങൾ കൊണ്ട് പതുക്കെ പതുക്കെ ഈ ഒരു ടിയർ ഫിലിം ഉണ്ടല്ലോ, പതുക്കെ അത് ബ്രേക്ക് ആവും. അങ്ങനെ ബ്രേക്ക് ആകുന്ന സമയത്ത് പുറത്തുനിന്ന് വരുന്ന വെളിച്ചം പല ദിശകളിലേക്ക്, ഒരേ ദിശയിലേക്ക് അത് ഫോക്കസ് ചെയ്യില്ല. ഇതുമൂലം നമ്മൾ വായിക്കുന്ന സമയത്ത് ചില സമയത്ത് ബ്ലർ ആയിട്ട് തോന്നുക, കുറച്ചു നേരം വായിക്കുന്ന സമയത്ത് ആദ്യം കുറച്ചൊരു ക്ലിയർ ആയിട്ട് തോന്നും, വായിച്ച് വായിച്ച് കുറച്ച് കഴിയുന്ന സമയത്ത് കണ്ണ് മങ്ങി വരുന്നത് പോലെ, ഒന്ന് ബ്ലിങ്ക് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചു നേരത്തേക്കൊക്കെ ഒരു ഉഷാറായിട്ട് നമുക്ക് വായിക്കാനായിട്ട് പറ്റും. കുറച്ച് കഴിയുന്ന സമയത്ത് അത് വീണ്ടും മങ്ങുന്നത് പോലെ, അങ്ങനെ പറയുന്ന പല കണ്ടീഷൻസിലും പല ആളുകളും പറയാറുണ്ട്. അതിന് മേജർ ആയിട്ടുള്ള റീസൺ ആണ് ഈ ഡ്രൈ ഐസിന്റെ ഒരു കാര്യം. അടുത്തതാണ് ഉറക്കം. നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ ശരീരം കൂടുതൽ റിപ്പയറിംഗ് മൂഡ് നടക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ പേശികളൊക്കെ റിപ്പയറിംഗ് നടക്കുന്നതും റിജുവിനേഷൻ ഒക്കെ നടക്കുന്നത് രാത്രി സമയത്താണ്. സെയിം അതുപോലെ തന്നെയാണ് നമ്മുടെ കണ്ണിന്റെ കാര്യം. ഇപ്പൊ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ഉറക്കക്കുറവൊക്കെ ഫേസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ, നമ്മുടെ കണ്ണില് കണ്ണുനീരിന്റെ ഉൽപാദനം പതുക്കെ പതുക്കെ കുറയും. കണ്ണുനീരിന്റെ ഉൽപാദനം കുറയുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, പതുക്കെ പതുക്കെ ഡ്രൈനെസ് വരാനും ഇത്തരത്തിൽ കാഴ്ച മങ്ങാനും വളരെയധികം ചാൻസസ് ഉണ്ട്. അടുത്തൊരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മുടെ കണ്ണിന്റെ ലെൻസിനുണ്ടല്ലോ, നമ്മൾ ഫോൺ നോക്കുന്ന സമയത്തും അതുപോലെ തന്നെ വായിക്കുന്ന സമയത്തൊക്കെ ഇതിവിടെ ഒരു സീലിയറി മസിൽസ് പോലെയുള്ള പേശികളുണ്ട്. ഈ സീലിയറി മസിൽസ് ആണ് നമ്മുടെ ലെൻസിനെ നിയന്ത്രിക്കുന്നത്, ഈ വായിക്കാനും ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ. ഉറക്കക്കുറവ് ഉണ്ടാകുന്ന സമയത്ത് എന്താ ഉണ്ടാകുക, ഈ പേശികൾക്ക് പതുക്കെ പതുക്കെ ക്ഷീണം വരും. ഈ ക്ഷീണം വരുന്ന സമയത്ത് നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മൾക്ക് ബ്ലറായിട്ട് പോവുക, അക്ഷരങ്ങൾ തെറ്റിപ്പോവുക, ഈ മസിൽസിൽ ഉണ്ടാകുന്ന ക്ഷീണം കൊണ്ടും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം കണ്ടുവരുന്നതാണ്. ഇനി നാലാമത്തെ റീസൺ ആണ് വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി. നമ്മുടെ കണ്ണിലത്തെ റെറ്റിന ഉണ്ടല്ലോ, ഈ റെറ്റിനയിൽ ഒരു റോഡ് സെൽസ് ഉണ്ട്. ഈ റോഡ് സെൽസിന് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് റോഡോപ്സിൻ. ഈ റോഡോപ്സിൻ നിർമ്മിക്കാൻ എന്ത് വേണം? വൈറ്റമിൻ എ വേണം. നമ്മുടെ കണ്ണുകളിലേക്ക് വെളിച്ചടിക്കുന്ന സമയത്ത് ഈ റോഡോപ്സിൻ സെൽസ് ആക്ടിവേറ്റ് ആയിട്ടാണ് നമ്മുടെ തലച്ചോറിലേക്ക് ഒരു ചിത്രം പോലെ നമുക്ക് സന്ദേശം കൊടുക്കുന്നത്. അപ്പൊ വൈറ്റമിൻ എ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുക? റോഡോപ്സിൻ ശരിയായിട്ട് ആക്ടിവേറ്റ് ആവില്ല. ഇതുമൂലം നമുക്ക് കുറഞ്ഞ വെളിച്ചത്തിൽ കാര്യങ്ങൾ കാണാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയും, രാത്രി കാഴ്ച കുറവായിട്ട് കാണുക. ഇത് കൂടുതലായിട്ടും വൈറ്റമിൻ എ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നം കൂടിയാണ് കേട്ടോ. ഇതുപോലെ വൈറ്റമിൻ എ കൂടുതലായിട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ജെറോപ്താൽമിയ, അതായത് കണ്ണിന്റെ വരൾച്ച നന്നായിട്ട് കൂടുക, കോർണിയൽ
അൾസർ എന്നീ പറയുന്ന മറ്റു പല പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസസും കൂടുതലാണ്. അഞ്ചാമത്തെ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് തിമിരം, കാറ്ററാക്ട്. ഇത് കൂടുതലും പ്രായമാകുന്ന സമയത്ത്, കണ്ണിലെന്തെങ്കിലും കേട് പറ്റുന്ന സമയത്ത്, അല്ലെങ്കിൽ പരിക്ക് പോലെ പറ്റുന്ന സമയത്ത്, ഓക്സിഡേറ്റീവ് സ്ട്രെസ് മൂലം, ഷുഗർ നന്നായിട്ട് ശരീരത്തിൽ കൂടുക, അല്ലെങ്കിൽ സ്റ്റിറോയിഡ് നന്നായിട്ട് കൂടുതലായിട്ട് കുറെ വർഷങ്ങളോളം ധാരാളം സ്റ്റിറോയിഡ് പോലെയുള്ള കാര്യങ്ങൾ എടുത്തിട്ടുള്ളവരാണെങ്കിൽ അത്തരം പല മെഡിക്കേഷൻസ് കൊണ്ടും, അല്ലെങ്കിൽ UV റേഡിയേഷൻ എന്നിങ്ങനെ പറയുന്ന പല കാരണങ്ങൾ കൊണ്ടും നമ്മുടെ ലെൻസ് ഉണ്ടല്ലോ, ലെൻസിലെ ചെറിയ ചെറിയ പ്രോട്ടീനുകൾ പതുക്കെ പതുക്കെ കേടാകാനായിട്ട് തുടങ്ങും. ഇത് കേടാകുന്ന പോലും കണ്ണിൽ ചെറിയൊരു മൂടൽ പോലെ നമുക്ക് തോന്നും. ശരിക്കും പറഞ്ഞ ഈ മഞ്ഞ് മൂടിയിട്ടുള്ള ഗ്ലാസ്സിലൂടെ നോക്കുമ്പോഴുള്ള ഒരു അവസ്ഥ എന്തായിരിക്കും? സെയിം ഇതേപോലെ തന്നെയാണ് തിമിരം ബാധിച്ചിട്ടുള്ള ആളുകൾക്കും. പേഷ്യൻസ് പലരും പറയാറുള്ളത് കണ്ണിലൊരു പുക പോലെ നന്നായിട്ട് തോന്നുക, അല്ലെങ്കിൽ രാത്രി പോകുന്ന സമയത്ത്, ട്രാവൽ ചെയ്യുന്ന സമയത്ത് വണ്ടികളുടെ വെളിച്ചം നന്നായിട്ട് കാണാനായിട്ട് പറ്റുന്നില്ല എന്നൊക്കെയാണ് തിമിരത്തില് പലരും കോമൺ ആയിട്ട് പറയുന്ന ഒരു കംപ്ലൈന്റ്. ഇനി നെക്സ്റ്റ് റീസൺ ആണ് ഗ്ലൗക്കോമ. ഈ ഗ്ലൗക്കോമ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, നമ്മുടെ കണ്ണിന്റെ ഒരു രോഗമല്ല, നമ്മുടെ കണ്ണിൽ കണ്ടുവരുന്ന ഒരു നെർവ് ഉണ്ട്, ഒപ്റ്റിക് നെർവ്. ഈ ഒരു ഒപ്റ്റിക് നെർവിൽ ഉണ്ടാകുന്ന ഡാമേജ് കൊണ്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് കേട്ടോ. ഈ ഒരു ഒപ്റ്റിക് നെർവ് എന്താന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ കണ്ണും തലച്ചോറുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു ഡാറ്റ കേബിൾ പോലെ വർക്ക് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം നമ്മുടെ റെറ്റിനയിൽ എന്തെങ്കിലും ചിത്രങ്ങൾ രൂപപ്പെടുന്ന സമയത്ത് അത് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ തലച്ചോറിലേക്ക് എത്തിക്കുന്നത് ഈ ഒരു ഒപ്റ്റിക് നെർവ് വഴിയാണ്. അപ്പൊ ഈ ഒരു നെർവിൽ എന്തെങ്കിലും ഡാമേജ് വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക. ഈ ഡാമേജ് എന്തുകൊണ്ട് ഉണ്ടാകുക? നമ്മുടെ കണ്ണിൽ എന്തെങ്കിലും പ്രഷർ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുക. ഈ പ്രഷറിനെ നമ്മൾ ഇൻട്രാ ഒക്യുലർ പ്രഷർ എന്നും പറയും. ഇത്തരത്തിലുള്ള പ്രഷർ വരുന്ന സമയത്ത് പതുക്കെ പതുക്കെ ഈ നെർവ് ഡാമേജ് ആകാനായിട്ട് തുടങ്ങും. അങ്ങനെ തലച്ചോറിന് പ്രോപ്പർ ആയിട്ട് വിവരങ്ങൾ കിട്ടാതാകുമ്പോഴാണ് ഇത്തരത്തിൽ മങ്ങൽ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുക. തുടക്കത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ പതുക്കെ പതുക്കെ ചെറിയൊരു മങ്ങൽ പോലെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അത് കൂടുതലാകുന്ന സമയത്ത് കാഴ്ച വരെ നഷ്ടപ്പെടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ തുടക്കത്തിൽ നമ്മൾ ഇതിന് ചികിത്സിക്കുകയാണെങ്കിൽ കാഴ്ച നഷ്ടപ്പെടാതെ നമുക്കിതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി മറ്റു പല കാരണങ്ങളും നമ്മൾ നോക്കുകയാണെങ്കിൽ തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, സ്ട്രോക്ക്, ട്യൂമർ, ന്യൂറോളജിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ. വേറെ റീസൺസ് ആണ് മയോപ്പിയ, ദൂരെയുള്ള കാര്യങ്ങൾ കാണാനുള്ള ബുദ്ധിമുട്ട്, ഹൈപ്പറോപ്പിയ, അടുത്തുള്ള കാര്യങ്ങൾ കാണാനുള്ള ബുദ്ധിമുട്ട്, കോർണിയയിൽ എന്തെങ്കിലും ഇഞ്ചുറി പോലെയുള്ള കാര്യങ്ങൾ, ഇൻഫെക്ഷൻസ് പോലെയുള്ള പ്രശ്നങ്ങൾ, മാക്യുലാർ ഡീജനറേഷൻ എന്നിങ്ങനെ പറയുന്ന മറ്റു പല പ്രശ്നങ്ങൾ കൊണ്ട് നമ്മുടെ കണ്ണില് ഇത്തരത്തിലുള്ള ഒരു മങ്ങല് പോലെ, ചെറിയൊരു മൂടല് പോലെ, കണ്ണിന്റെ കാഴ്ചശക്തി കുറഞ്ഞു വരിക എന്നിങ്ങനെ പല പറയുന്ന പ്രശ്നങ്ങൾ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ്. അപ്പൊ നമ്മുടെ കണ്ണിന്റെ പവർ കുറഞ്ഞു വരുന്നത് ഒരു രോഗമായിട്ട് കണക്കാക്കരുത്, ഒരു രോഗലക്ഷണമാണ്. പക്ഷെ ചില കണ്ടീഷൻസിനുണ്ടല്ലോ, നമ്മൾ കണ്ണടയുടെ പവർ ഒക്കെ ചേഞ്ച് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. പക്ഷെ ചില ആളുകൾക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റില്ല. അപ്പൊ അത് നിങ്ങൾക്ക് തരുന്നൊരു മുന്നറിയിപ്പും കൂടിയാണ്. കുറെ നാളുകളായിട്ട് നിങ്ങൾക്ക് ഈ മങ്ങല് നിൽക്കുകയാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു മങ്ങല് പോലെ വന്നു, രാത്രി സമയത്ത് കാണാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറെ കാണാനായിട്ട് നോക്കുക. പ്രോപ്പർ ആയിട്ടുള്ള ചെക്കപ്പുകളൊക്കെ നടത്തിയിട്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങളും കൂടി നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. ടിവിയും ഫോണും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ പരമാവധി അത് കുറയ്ക്കാനായിട്ട് നോക്കുക. ഉറക്കം അതും ഇമ്പോർട്ടന്റ് ആണ്. ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണങ്ങളും അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇൻഫോർമേറ്റീവ് ആയെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനലിൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നമസ്കാരം.